ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ സ്പെഷ്യലായൊരു ദിവസമായിരുന്നു എനിക്ക്. വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. രാവിലെ തന്നെ ഒരുങ്ങി പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. എൻ്റെ മോൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് അപ്പോയിൻമെൻറ്റിന് പോയി. നല്ല ഫോഗുള്ളൊരു ദിവസമായിരുന്നു. ഡ്രൈവ് ചെയ്യാൻ നല്ല പാടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് മധുരത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി റവ കേസരിയാണ് ഉണ്ടാക്കിയത്. നല്ല സ്വാദായിരുന്നു. ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് കരുതി ഞാൻ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അസ്ത്രമാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ വിശദമായിട്ടുള്ള റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുൾ റെസിപ്പി ഇവിടെ കാണിക്കുന്നില്ല. പ്രഷർ കുക്കർ ചെയ്തതിന് ശേഷം ഞാൻ അരപ്പ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് കഞ്ഞിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിന്നിവിടെ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് അരപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാദ് ലഭിക്കാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉപ്പ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത്. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടത്, വറ്റൽ മുളകിൻ്റെ പൊടി. അതിന് ശേഷം ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന റണ്ണർ ബീൻസ് ആണ്. നമ്മുടെ നാട്ടിൽ വാളരിപ്പയറിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ മസാലകളൊന്നും ചേർത്തില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം സ്പൈസിയാണ്. പിന്നെ ഞാനിവിടെ സീ ബ്രീമാണ് എടുത്തത്. ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പൊള്ളിക്കാമെന്ന് കരുതി ഞാൻ ആദ്യം ചെറിയ പീസായിട്ട് എടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ മീനൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ വറുത്തെടുത്തതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെ നമുക്കിതിനൊരു മസാലയും കൂടി ഉണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. വെളുത്തുള്ളിയും സവാളയും കൂടി ഉപ്പ് ചേർത്ത് നല്ലതായിട്ട് വഴറ്റി ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും മാത്രം മതി. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് ചെറിയ തീയിലൊന്ന് ആവിയേറ്റിയാൽ മതിയായിരിക്കും. ഇനി ഞാൻ കുറച്ച് രസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ എണ്ണയിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു തക്കാളിക്ക് നല്ല പഴുത്തത് ചേർത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പുളിവെള്ളം ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രസവും റെഡിയായിട്ട്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അസ്ത്രവും രസവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ മീനില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മൾ ഈവനിങ് ഒക്കെ കുട്ടികളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ക്രിസ്മസിനൊക്കെ സ്കൂളിൽ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടും. ഇത് നഴ്സറിയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. ഒരു ബുക്കാണ്, നല്ലൊരു സ്റ്റോറി ബുക്കായിരുന്നു. ഇനി ഇതവർക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഈവനിങ് കേക്ക് വാങ്ങാനായിട്ട് പോയി. കേക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു കടയിലാണ് നമ്മൾ പോയത്. എനിക്ക് ഇവരുടെ കേക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് സ്ലൈസസ് ആയിട്ടുള്ള പല വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. കാണാൻ മാത്രമല്ല, ഇത് കഴിക്കാൻ നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റ് കേക്കുകളാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് കേക്ക് ഫ്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിവ്യൂ ഒക്കെ ഇട്ട് ഫ്രീ കപ്പ് കേക്കും കിട്ടി. നിങ്ങൾക്കും അടുത്ത് കേക്ക് ബോക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കപ്പ് കേക്കൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ ഈ ഒരു ദിവസം നല്ല മനോഹരമായിട്ട് കടന്നുപോയി. അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.